നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ലൂസിഫർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ ഫുഡും ഒരു ഡ്രഗ്സ് ആണെന്ന്? ഒരുപാട് പേർ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ വരുന്നുണ്ട്. അതിലും ഒളിഞ്ഞു കിടക്കുന്നത് എന്തൊക്കെയായിരിക്കും? ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ ഒരു ഫുഡ് അഡിക്റ്റ് ചിലപ്പോൾ പെരുമാറാറുണ്ട്. ലൂസിഫറിൽ ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. കൊക്കൈൻ പോലുള്ള മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നവരുടെയും ഡോപ്പാമിന്റെ ആക്ടിവിറ്റി ഒരുപോലെയാണെന്നാണ് ലാലേട്ടൻ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് മാത്രമാണോ ഡർട്ടി ബിസിനസ്? സംസ്കാരങ്ങളെയും വികാരങ്ങളെയും സമ്പദ് വ്യവസ്ഥയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് ഫുഡ്. എന്നാൽ ചില സമയങ്ങളിൽ ഭക്ഷണം ഡ്രഗ്സ് പോലെ പ്രവർത്തിക്കാമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് കേട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ലൂസിഫർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ ഫുഡും ഒരു ഡ്രഗ്സ് ആണെന്ന്? അതിലെവിടെയെങ്കിലും അതിനെപ്പറ്റി പറയാതെ പറയുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. ഇനി ദിവസങ്ങൾക്കകം നമ്മൾ ഒരുപാട് പേർ കാത്തിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ വരുന്നുണ്ട്. അതിലും ഒളിഞ്ഞു കിടക്കുന്നത് എന്തൊക്കെയായിരിക്കും? കാത്തിരുന്നു കാണാം. ഒരു ഡ്രഗ് അഡിക്റ്റിനെ പോലെ ഒരു ഫുഡ് അഡിക്റ്റ് ചിലപ്പോൾ പെരുമാറാറുണ്ട്. പക്ഷേ നാളിതുവരെ ഒരു ക്ലാസിക്കൽ സെൻസിൽ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളില്ല. ചിലപ്പോഴെങ്കിലും സ്ഥിരമായി ചായ കുടിക്കുന്ന ആളുകൾ കൃത്യസമയത്ത് ചായ കിട്ടാതെ വരുമ്പോൾ തലവേദനിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ചില മാനസികാവസ്ഥയിൽ മധുരം കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളൊരു ഫുഡ് അഡിക്റ്റ് ആണെന്ന്? നമ്മുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും പാരമ്പര്യത്തെയും രൂപപ്പെടുത്തുന്ന ഭക്ഷണത്തിന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ആധിപത്യമുണ്ടെന്ന്, ഒരു ജീവൻ നിലനിർത്തുന്നതിനും ബുദ്ധിപരമായും ആരോഗ്യപരമായും ചിന്തിക്കുന്നതിനും ഭക്ഷണത്തിലുള്ള കഴിവ് നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. ലൂസിഫറിൽ ക്ഷണിക്കപ്പെടാത്ത ചില അതിഥികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല അതിഥികളും നമ്മുടെ തീന്മേശയിലേക്കും വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തുള്ള ഏതൊരു ഭക്ഷണവും നമ്മുടെ നാടുകളിലും സുലഭമാണ്. അതിന് സോഷ്യൽ മീഡിയകളുടെ പങ്കിനോടൊപ്പം നമ്മുടെ യാത്രകളും ഒരു വലിയ കാരണമാണ്. അതിനൊക്കെ ഉദാഹരണമാണ് ഇറ്റലിയിലുണ്ടായ പാസ്തയും ജപ്പാനിലുണ്ടായ സുഷിയും മിഡിൽ ഈസ്റ്റിലുണ്ടായ മന്തി ഷവർമയും ഒക്കെ നമ്മുടെ നാടുകളിലും ഇപ്പം സുലഭമായി ലഭിക്കുന്നത്. എന്നാൽ നാം ഇതെല്ലാം കൃത്യമായി തന്നെയാണോ യൂസ് ചെയ്യുന്നത്? യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ എന്നാണ് പറയാറ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാറുണ്ട്. ഇനി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഫുഡ് അഡിക്ഷൻ യഥാർത്ഥത്തിൽ ഡ്രഗ് അഡിക്ഷൻ പോലെയാണോ? ഈ ചോദ്യം നമുക്ക് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡ്രഗ് അബ്യൂസ് അഥവാ NIDA ഗവേഷണ പ്രകാരം അമിത ഭക്ഷണവും മയക്കുമരുന്നും ബ്രെയിനിൽ ഡോപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഡോപ്പാമൈൻ എന്നാൽ ഫീൽ ഗുഡ് ഹോർമോണാണ്. അമിത ഭക്ഷണവും മയക്കുമരുന്നും യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഡോപ്പാമൈൻ്റെ അളവ് വർദ്ധിക്കുകയും ഇത് ബ്രെയിനിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് ബ്രെയിനിന്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കുകയും വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ബ്രെയിനിന്റെ സെൽഫ് കൺട്രോൾ ഏരിയയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അമിതമായ ഫുഡ് കഴിക്കുന്നവരുടെയും കൊക്കൈൻ പോലുള്ള മയക്കുമരുന്ന് യൂസ് ചെയ്യുന്നവരുടെയും ഡോപ്പാമൈൻ്റെ ആക്ടിവിറ്റി ഒരുപോലെയാണെന്നാണ് NIDA ഈ പഠനത്തിലൂടെ പറയുന്നത്. അതുപോലെ മറ്റൊരു പഠനമാണ് ജേണൽ ഓഫ് ന്യൂറോ സയൻസിന്റെ MRI സ്കാൻ സ്റ്റഡി. അമിതമായി ഫുഡ് കഴിക്കുന്നവരുടെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും ബ്രെയിൻ MRI സ്കാൻ ഒരുപോലെയാണെന്നാണ് ഇവരുടെ പഠനത്തിലൂടെ പറയുന്നത്. അമിതമായി ഫുഡ് കഴിക്കുന്നവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുമെന്ന് ഇവരുടെ പഠനത്തിലൂടെ തെളിയിക്കുന്നു. ജേണൽ ഓഫ് ന്യൂറോ സയൻസിന്റെ 2018 സ്റ്റഡിയിലൂടെയാണ് ഇത് തെളിയിച്ചിരിക്കുന്നത്. അതുപോലെ അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷന്റെ 2017 സ്റ്റഡി പ്രകാരം പഞ്ചസാര, ഉപ്പ്, ഫാറ്റ് എന്നിവ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവർ അതൊഴിവാക്കിയാൽ വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ സ്റ്റഡി പ്രകാരം കൊക്കൈൻ വിഡ്രോവലും ഷുഗർ വിഡ്രോവലും തമ്മിൽ 90% വരെ സാമ്യമുണ്ട്. വിഡ്രോവൽ സിംറ്റംസ് ആയ ക്ഷീണം, തളർച്ച, തലവേദന, അസ്വസ്ഥത, ദേഷ്യം, ആങ്സൈറ്റി, ഭക്ഷണം തിരയുവാനുള്ള കഠിനമായ ആഗ്രഹം ഇതൊക്കെ ഈ വിഡ്രോവൽ സിൻഡ്രോംസിന്റെ ഭാഗമായി വരുന്നതാണ്. ഇതുപോലെ തന്നെ നേച്ചർ ന്യൂറോ സയൻസിന്റെ 2015 ഗവേഷണ പ്രകാരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും ഡോസ് അധികമായി ആവശ്യം വരുന്നത് പോലെ ഫുഡ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്കും ഇത് തന്നെ സംഭവിക്കുന്നു. ഭക്ഷണങ്ങൾക്കെതിരെ അവർ കുറച്ചു മാത്രം പ്രതികരിക്കാൻ തുടങ്ങുന്നു. അതിനാൽ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു. ഓവർ ഈറ്റിങ്ങും ഒബസിറ്റിയും അതിനാൽ ഇതിലൂടെ കടന്നു വരുന്നു. ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ 2020 ഫുഡ് ആൻഡ് മെന്റൽ ഹെൽത്ത് സ്റ്റഡിയിലൂടെ ഭക്ഷണം മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ജങ്ക് ഫുഡ്സ് കൂടുതലായി കഴിക്കുന്നവർക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും 2 ഇരട്ടിയിലധികമാകുമെന്നും ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻസും മൂഡ് സ്വിങ്സും ഉണ്ടാകുമെന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളെല്ലാം തന്നെ ഫുഡ് അഡിക്ഷന്റെ ദൂഷ്യവശങ്ങൾ തുറന്നു കാട്ടുന്നവയാണ്. അതിനാൽ ലാലേട്ടൻ പറയുന്നത് പോലെ നാർക്കോട്ടിക്സ് മാത്രമാണോ ഡർട്ടി ബിസിനസ്? ഒരിക്കലുമല്ല. ഫുഡ് അഡിക്ഷനെ കൺട്രോൾ ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും അതിൽ കേന്ദ്രീകരിക്കുന്നതിനെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. തീന്മേശകളിൽ വർദ്ധിച്ചു വരുന്ന മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് മൈൻഡ്ഫുൾ ഈറ്റിംഗ് നമ്മളും ശീലിക്കേണ്ടതാണ്. അതുപോലെ ഫ്രൂട്ട്സ്, നട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് എന്നിവയുടെ ഗുണങ്ങൾ നമുക്കൊക്കെ അറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇവയുടെ അളവ് ആപേക്ഷികമായി കൂട്ടിക്കൊണ്ട് വരേണ്ടതാണ്. നമ്മുടെ പഴമയുടെ പ്രതീകം പഴങ്കഞ്ഞിയുടെ പ്രോട്ടീൻ്റെ ഉള്ളടക്കം
ഓട്സിനെക്കാട്ടിലും കൂടുതലാണെന്ന് പറയുമ്പോൾ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അഡിക്ഷനെ പറ്റിയും നിങ്ങൾ ഓർക്കുമല്ലോ. നാം അറിയാതെ നമ്മെ ഭരിക്കാൻ ഭക്ഷണത്തെ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു എമ്പുരാനെ പോലെ അതിന്റെ നിയന്ത്രണം നാം സ്വന്തമാക്കുക. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച ഡ്രഗ്സ് കണ്ടെയ്നറുകൾ ഖുറേഷി എബ്രഹാം സയ്യിദ് മസൂദിനൊപ്പം നശിപ്പിച്ചതുപോലെ എമ്പുരാനിൽ നമ്മളിനി കാണാനിരിക്കുന്നത് പോലെ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നമ്മൾ ഈ തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക? വിവേകപൂർവ്വം കഴിക്കുക, ആസ്വദിക്കുക, നിങ്ങളുടെ ആരോഗ്യം ഭരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.